ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് എല്ലാവർക്കും മാം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്റെ പേര് ബീഗം ഷഹാന. ഞാനൊരു മെന്റൽ വെൽനസ് എക്സ്പേർട്ട് ആണ് ഒരു NGO-യുടെ കീഴില്. ഞാൻ പാച്ചല്ലൂരാണുള്ളത്, തിരുവനന്തപുരത്ത് കോവളത്തിനടുത്താണ് ഈ സ്ഥലം വരുന്നത്, പാച്ചല്ലൂർ. ഞാൻ ഇപ്പോഴത്തെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 21st ബാച്ചിലെ മെമ്പറാണ്. ഓക്കെ, അപ്പോ വിംബിൾ അക്കാഡമി നടത്തുന്ന ട്രെയിനേഴ്സ് ടോക്കിലെ ഒരു സെഷനിലാണ് നമ്മളുള്ളത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് കഴിഞ്ഞ ട്രെയിനേഴ്സ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിന്റെ ഒരു പാർട്ട് ആവാൻ കഴിഞ്ഞത് എന്റെ ഏറ്റവും വലിയ സന്തോഷവും ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതായത് എന്റെ ഒരു പാഷൻ, ഞാൻ എന്തുകൊണ്ട് ഇതിനെ ഭാഗ്യമായി കരുതുന്നു എന്ന് പറഞ്ഞാല് എന്റെ പാഷനും എന്റെ ഇഷ്ടവും എല്ലാം ടീച്ചിങ്, പബ്ലിക് സ്പീക്കിംഗ്, ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളിലാണ്. കുഞ്ഞുനാൾ മുതൽ, അതായത് സ്കൂൾ കാലഘട്ടം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചിങ്ങിലേക്ക് പോവാനൊക്കെ. ട്രെയിനിങ് എന്ന് പറയുന്നതിന്റെ ഒരു ഐഡിയ അന്ന് ആ കാലത്ത് എനിക്കില്ല. പക്ഷെ ഒരുപാട് ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഭയങ്കര ഒരു അഡ്മയർ ചെയ്യുന്ന ഒരാളായിരുന്നു ആ ട്രെയിനേഴ്സിന്റെ ഒക്കെ. കാരണം അവരുടെ ഒരു സംസാര രീതിയും എനർജിയും ഒക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ട്രെയിനിങ്ങിലേക്ക് ഫോക്കസ് ചെയ്ത് അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ ഞാൻ MA സൈക്കോളജിയിലേക്ക്, ഞാൻ BTech കഴിഞ്ഞ ആളാണ്. അപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴും അവിടുത്തെ പ്രോഗ്രാംസിനും ഒക്കെ പ്രസന്റേഷനും സ്പീച്ചുകളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ട്രെയിനിങ്ങിലോട്ട് വലിയ ഫോക്കസ് കൊടുത്തിരുന്നില്ല ആ സമയത്ത്. MA സൈക്കോളജിയിലേക്ക് വന്ന് ഞാൻ സൈക്കോളജി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ടൊരു ട്രെയിനിങ് അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നുകൂടാന്ന് തോന്നിയത്. കാരണം സൈക്കോളജി പഠിച്ചപ്പോഴാണ് അറിയുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആൾക്കാർ ഒത്തിരി ഹെൽപ്പിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആ ഹെൽപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ട്രെയിനിങ് പോലുള്ള കാര്യങ്ങളിലൂടെയാണ്. വെറും കൗൺസിലിംഗ് മാത്രമല്ല, നമുക്കൊരു നല്ലൊരു ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യാൻ, അവർക്ക് മെന്റലി അവരെ നന്നായിട്ടൊന്ന് ഇമോഷണലി നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ഒരുപാട് പേർക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായത് സൈക്കോളജി പഠന കാലത്താണ്. അങ്ങനെയാണ് ട്രെയിനിങ്ങിനോടുള്ള ഒരു ആഗ്രഹവും ആ ഒരു ഇഷ്ടവും തോന്നി തുടങ്ങിയത്. ആ ഒരു സമയത്താണ് വിംബിൾ അക്കാഡമിയെ കുറിച്ച് ഞാൻ അറിയാൻ ഇടയാവുന്നത്. അതായത് നമ്മുടെ സ്നേഹ മാമിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഇതില് വെബിനാർക്ക് എടുക്കുന്ന സ്നേഹ മാമിന്റെ സ്റ്റാറ്റസിലൂടെയും മെസ്സേജിലൂടെയാണ് വിംബിൾ അക്കാഡമിയെ കുറിച്ച് ഞാൻ അറിയുന്നത്. അതായത് ഫ്രീ വെബിനാർസ് ഒക്കെ സ്റ്റാറ്റസ് ആക്കുമായിരുന്നു മാം. ആ സമയത്താണ് ഞാൻ വിംബിൾ അക്കാഡമിയെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞാൻ വിംബിൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് ഫ്രീ വെബിനാർസിൽ കയറുമായിരുന്നു. എനിക്ക് തോന്നുന്നു നിസഫ് സാറിന്റെ ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അങ്ങനെ ആ വെബിനാറുകളോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് ഇവിടുത്തെ കോഴ്സസ് ചെയ്യണമെന്ന് പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു ട്രെയിനർ ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യം ഞാൻ സ്നേഹ മാമിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ സ്നേഹ മാം എനിക്ക് ഫൈസൽ സാറിന്റെ നമ്പർ തന്നു. സാറിനെ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ എന്നോട് ചോദിച്ചത്. അപ്പോ സാറിന് ആ സമയത്ത് 18ാമത്തെയോ 19ാമത്തെയോ ബാച്ച് നടക്കുകയാണ് പ്രൊഫഷണൽ കോഴ്സിന്റെ. ആ സമയത്ത് ഞാൻ ജോയിൻ ചെയ്തില്ല. പക്ഷെ വലിയ ആഗ്രഹമായിരുന്നു ജോയിൻ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ 21st ബാച്ചിൽ എനിക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടുകയും ഞാൻ അതിന്റെ ഭാഗമായി തീരുകയും ചെയ്തു. അപ്പൊ ഇത് എനിക്കിപ്പോ എന്റെ ഏറ്റവും വലിയ ഫീൽ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എടുത്ത ഡിസിഷൻസിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആണ് വിംബിൾ അക്കാഡമിയിലോട്ട് ജോയിൻ ചെയ്തതും ട്രെയിനർ കോഴ്സിൽ ജോയിൻ ചെയ്തത്. കാരണം നമ്മൾ ട്രെയിനിങ് ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ട്രെയിനിങ് സ്കിൽസ് ഡെവലപ്പ് ആവണമെങ്കിൽ നമുക്ക് നല്ല ഗൈഡൻസും സപ്പോർട്ടും ഉണ്ടാവണം. അത് ഉറപ്പായിട്ട് നമുക്ക് വിംബിൾ അക്കാഡമിയിൽ കിട്ടുന്നുണ്ട്. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ തെളിവാണ് ഇങ്ങനെയുള്ള ട്രെയിനേഴ്സ് ടോക്ക് പോലെയുള്ള സെഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മുടെ കൂടെ ഹാൻഡിൽ ചെയ്യുന്നത് ശാലിനി ഗോപാലകൃഷ്ണൻ മാം ആണ്. ആൻഡ് മാം ഒരു പ്രൊഫഷണൽ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോച്ച് ആണ്, പേഴ്സണൽ മെന്റർ ആണ്, പ്രൊഫഷണൽ ട്രെയിനറും ആണ്. അപ്പോൾ ശാലിനി മാമിനെയും ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ. സോ നമ്മുടെ ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശാലിനി മാമിനെ ക്ഷണിക്കുന്നു. മാം പ്ലീസ്. സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ?
ഹലോ യെസ് യെസ് മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. Start ചെയ്താലോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. കേൾക്കുന്നില്ലേ? യെസ് യെസ് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ട് മാം. എനിക്ക് മാത്രമാണോ പ്രോബ്ലം ഉള്ളത്, അത് എല്ലാവർക്കും ഉണ്ടോ? കേൾക്കുന്നതിന് കുഴപ്പമില്ല, മീറ്റിംഗിൽ എന്തോ ഒരു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടോ? ചെറുതായിട്ട്. സെക്കൻഡ്. ഇല്ലല്ലോ. സെക്കൻഡ്. ഓക്കെ ആണോ? യെസ്, വോയിസ് ഓക്കെ ആണ്. ക്ലിയർ ക്ലിയർ. വീഡിയോ കേൾക്കുന്നുണ്ട്. ഓക്കെ, തുടങ്ങിക്കോ. എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണ്, കുഴപ്പമില്ല. സോ ഗുഡ് ഈവനിങ് ടു ഓൾ. എൻ്റെ പേര് ശാലിനി എന്നാണ് കേട്ടോ. ഞാൻ വിൻബിളില് ട്രെയിനർ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിവിടെ വെൽക്കം തന്നിട്ടുള്ള മാമിന് ഒരുപാട് താങ്ക്സ് പറയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാല് വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ്, ഒരു വലിയൊരു കാലയളവിന് ശേഷമാണ് ഞാൻ ട്രെയിനേഴ്സ് ടോക്കില് നെക്സ്റ്റ് സെഷൻ ഇപ്പോൾ എടുക്കുന്നത്. എടുത്തിട്ടുണ്ട്, മുൻപ് ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ജോലിക്കായിട്ട് എനിക്കൊന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും നമ്മുടെ ഫൈസൽ സാറിന്റെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഇതിന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് നമ്മുടെ പാഷനേറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് അല്ലേ. സോ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇവിടേക്ക് സ്വാഗതം ചെയ്ത മാമിന് ഒരുപാട് നന്ദി. ആൻഡ് നമുക്ക് ഒരുപാട് സമയം ഇങ്ങനെ കളയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ നമുക്ക് വിൻബിളിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ ആണ് മാം. ഓക്കെ. സോ വിൻബിൾ അക്കാഡമി, ഞാനും ഇതിലൊരു കോഴ്സ് ചെയ്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17th ബാച്ച് ആയിരുന്നു ഞാൻ. അപ്പൊ ഞാനും ഇതുപോലെ ഇപ്പൊ നമ്മുടെ വെൽക്കം നമ്മുടെ മാം പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ഒരു കാര്യങ്ങളിൽ, അതായത് ഒരു ക്രൗഡിന് മുന്നിലേക്ക് വരിക, അവരെ ലീഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഞാനും പാഷനേറ്റ് ആയിരുന്നു. നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ എന്താ പറയാ, അല്ലെങ്കിൽ ലൈഫിൽ സ്റ്റെക്ക് ആയിട്ട് പോയിട്ടുള്ള ആളുകൾക്ക് ഒരു ലൈറ്റ് ആവുക എന്നുള്ള കാര്യത്തിലൊക്കെ ഞാനും ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. സോ അങ്ങനെ ഒരുപാട് കോഴ്സുകളൊക്കെ തിരഞ്ഞു നടന്ന് ഒന്നിലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം നമുക്ക് വേണ്ടത് എന്നൊന്നും ഉണ്ടല്ലോ, അപ്പൊ നമുക്കറിയാം നമുക്ക് എന്താണ് വേണ്ടത്. സോ അങ്ങനെ ഒന്നും ഉണ്ടല്ലോ, അപ്പൊ അത് കിട്ടിയില്ല അവിടെ. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലെ വിൻബിളിന്റെ ഒരു ആഡ് കണ്ട് ഞാൻ മെസ്സേജ് ചെയ്തു. പക്ഷെ ആ സമയത്തും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം പേയ്മെന്റ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, എനിക്ക് അറിയാം. ബട്ട് ആ സമയത്തും എനിക്ക് അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യം വന്നപ്പോഴും എമൗണ്ട് ഒക്കെ സാറ് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് പിൻവലിഞ്ഞു. പക്ഷെ സാർ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞത് പേയ്മെന്റ് അല്ല, നമുക്ക് ഇഷ്ടമുണ്ടാവുക എന്നുള്ളതാണല്ലോ. നമുക്ക് എന്ത് ചെയ്യുമ്പോഴും അതിൽ ഇഷ്ടമുണ്ടാവുക. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഇതിലേക്ക് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സാർ എന്നെ ഇങ്ങോട്ടേക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ ഒക്കെ തന്ന് ജോയിൻ ചെയ്യും മാമിന്റെ ആ ഒരു ഇതുപോലെ എനിക്കൊരു കൺസിഡറേഷൻ വരെ തന്ന ആ ഒരു കാര്യത്തിൽ സാറിനോട് എനിക്ക് എപ്പോഴും ആ ഒരു
നന്ദിയും കടപ്പാടും ഞാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ പിന്നെ കോഴ്സ് കഴിയുന്നതിന് മുൻപ് തന്നെ ഞാൻ ആ പേയ്മെന്റ് കൊടുത്തിരുന്നു. അതിന് ദൈവം സഹായിച്ച് എനിക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടിയപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിലേക്ക് ഒരു ചെറിയൊരു റൂട്ട് എനിക്ക് തുറന്നു കിട്ടിയത്. കാരണം ക്രൗഡിന് മുന്നിൽ ഒരു ഓഡിയൻസിനെ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മാസീവ് ഓഡിയൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു സ്വപ്നം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, ഏത് പൊസിഷനിൽ ഇരുന്ന് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ വഴിയിലൂടെയാണ് പോവുക, എവിടെയാണ് എത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് ചിന്തിപ്പിക്കാൻ ഉള്ള ഒരു സ്പേസ് എനിക്ക് വിൻബിളിൽ നിന്നാണ് കിട്ടിയത്. കാരണം അറിയില്ലായിരുന്നു എങ്ങനെ ചെയ്യണം, എങ്ങനെ തുടങ്ങണം, ഒന്നും അറിയില്ലായിരുന്നു. സോ അങ്ങനെ വിൻബിളിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായി എങ്കിൽ പോലും ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് സെഷൻസ് ഒക്കെ എടുത്തിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നമ്മൾ ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഉണ്ട് അല്ലെ, ഒരുപാട് കൂട്ടായ്മകൾ സാറിന്റെ വിൻബിളിന്റെ തന്നെ അണ്ടറിൽ ഒരുപാട് നമ്മുടെ കമ്മ്യൂണിറ്റികൾ ഉണ്ട്. ഇതിൽ ഒരുപാട് പേര് അതിൽ ജോയിൻ ആയിട്ടുണ്ടാവാം, ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കോച്ചോ, അത് മാത്രമല്ല എക്സ്ട്രാ നമ്മൾ കോച്ചോ അല്ലെങ്കിൽ മെന്റർഷിപ്പ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോ നമ്മൾ എക്സാക്ട്ലി ഇവിടെ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഒരു സർവീസാണ്, ഒരു നല്ല സർവീസാണ് ശരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അല്ലെ. എന്ത് സർവീസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വേൾഡില് എല്ലാവരും ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ കൊടുത്തുകൊണ്ടാണ് ലൈഫിൽ എന്തും തന്നെ അച്ചീവ് ചെയ്യുന്നത് അല്ലെ. ഇപ്പോ നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഓരോരുത്തരും ട്രെയിനേഴ്സ് ആയിരിക്കാം, മെന്റേഴ്സ് ആയിരിക്കാം, കോച്ച് ആയിരിക്കാം, ഒബ്വിയസ്ലി ടീച്ചേഴ്സും ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മളൊക്കെ കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ആണ്. ഇനി എന്ത് ടൈപ്പ് ഓഫ് സർവീസ് ആണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ സ്പീക്ക് എന്നാണ് അല്ലെ. സ്പീക്കിംഗ് സർവീസ്. അപ്പൊ സ്പീക്കിംഗ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെ, എന്തായാലും നമ്മൾ ഇങ്ങനെ പറയും, സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു സർവീസ് ആക്കി മാറ്റുക. സോ അങ്ങനെ നോക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഹീൽ ചെയ്യുകയാണ് അല്ലെ. നമ്മൾ ഹീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് തെറാപ്പികൾ, അതല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് സർവീസ് ആക്കി കൊടുക്കാമോ ആ രീതിയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ യെസ്, ഗുഡ്. ഹീൽ ആൻഡ് ട്രാൻസ്ഫോം, ഗുഡ്. ഓക്കെ, അപ്പോ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മൾ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ എല്ലാം സംഭവിക്കുന്നുണ്ട്, അത് സംഭവിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് വേർഡ്സ് ആണ് അല്ലെ. നമ്മുടെ വേർഡ്സ് ആണ്. നമ്മുടെ വേർഡ്സ് എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്, ആക്ച്വലി അതെന്താണ്, എനർജിയാണ് അല്ലെ. എല്ലാവർക്കും അറിയുന്നതാണ് എങ്കിൽ പോലും വേർഡ്സ് ആർ എനർജി എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്, നമ്മുടെ എനർജി കൂടിയാണ്. അതൊരു വൈബ്രേഷൻ ആണ് അല്ലെ. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരെയും രൂപപ്പെടുത്തിയെടുക്കുന്നത് അല്ലെ. സോ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഇപ്പോ അർച്ചന എന്താണ് പറയുന്നത്, അതാണ് അർച്ചനയെ ഡിഫൈൻ ചെയ്യുന്നത്. ശാലിനി എന്താണ് പറയുന്നത്, അതാണ് ശാലിനിയെ ഡിഫൈൻ ചെയ്യുന്നത്. ഈവൻ ജാസ്മിൻ എന്താണ് പറയുന്നത്, അതാണ് ജാസ്മിൻ. സോ നമ്മള് ഒബ്വിയസ്ലി നമ്മൾ ട്രെയിനേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ ട്രെയിനേഴ്സ് എല്ലാവരെയും പോലെ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഡെയിലി. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ, നമ്മുടെ കൊളീഗ്സിന്റെ ഇടയിൽ, നമ്മൾ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത്, ഒരു ക്ലാസ്സിൽ അല്ലെ, ഒരു സ്കൂളിൽ, ഒരു ഹോസ്പിറ്റലിൽ, എവിടെയും നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോ സംസാരിക്കുക എന്ന് പറയുന്നത് പല കാറ്റഗറി ആയിട്ട് വരികയാണ് അല്ലെ. നമ്മളൊരു സ്കൂളില് എന്താണോ പറയുന്നത് അതാണോ നമ്മൾ ഹോസ്പിറ്റലിൽ പറയുന്നത്? അല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ എന്താണോ പറയുന്നത് അതാണോ നമ്മളൊരു ട്രെയിനേഴ്സ് ടോക്കിൽ അല്ലെങ്കിൽ ഒരു സെഷൻ എടുക്കുമ്പോൾ നമ്മൾ പറയുന്നത്? ഇതാണോ, ഈ രീതിയിലാണോ നമ്മൾ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ലൂസ് ടോക്ക് ചെയ്യുന്നത്?
ആ രീതിയിലാണ് നമ്മുടെ കൊളീഗ്സിന്റെ ഇടയിൽ, നമ്മുടെ സഹപ്രവർത്തകർക്കിടയിൽ നമ്മുടെ ഒരു ഓഫീസ്, ഒരു കമ്പനി ഓർ എനി ഫേം നമ്മൾ ഡീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അല്ല, നമുക്കറിയാം. സോ അതെല്ലാം ഒരു കാറ്റഗറീസ് ആണ്, എല്ലാം കാറ്റഗറൈസ്ഡ് ആണ്. സോ നമുക്കറിയാം ഒരു പ്ലേസിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഞാൻ എന്താണ് പറയുന്നത്, നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളെ പോലെ അല്ല അല്ലെ. അതായത് ഒരു പൊതുസ്ഥലത്ത്, ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതെന്തായിരിക്കണം. ഈവൻ നമ്മളൊരു സെഷൻ എടുക്കുകയാണ്, നമ്മൾ എന്താ പറയുന്നത്, അത് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ട് അല്ലെ. കാരണം ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്തിനാ നമ്മൾ അങ്ങനെ ഒരു ധാരണ, ഒരു അവയർനെസ്, ഒരു ബോധറിങ്, എന്തിനാണ് അത് നമ്മൾ ചെയ്യുന്നത്? അതായത് ഇതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യം എടുത്താൽ തന്നെ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മീറ്റിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഒരു സക്സസ് പോയിന്റ് ഡ്രീം ചെയ്യുന്നവരാണ് അല്ലെ. സത്യമല്ലേ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താ അറിയോ, റേഡിയോ പോലെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയാൻ, നമ്മളെല്ലാവരും Yes, ma'am. ഒരേ തൂവൽ പക്ഷികളാണ് അല്ലെ. നമ്മളെല്ലാവരും ഒരു സക്സസ് പോയിന്റിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകളാണ്. സോ നമുക്ക് എന്താണ്, നമുക്ക് എല്ലാം ഒരു ഇന്ററാക്ഷൻ. എനിക്ക് എപ്പോഴും ഇഷ്ടം ഈ സംവദിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരാൾ പറയുന്നു, ഒരു നോളജ് ഷെയറിങ് മാത്രമായി പോകുമ്പോൾ രസമില്ല. കാരണം അത് നമുക്ക് ഇനി ലേണിംഗ് വെബ്സൈറ്റിൽ നമുക്കത് കിട്ടും. സോ നമുക്കൊരു നോളജ് ഷെയറിങ് മാത്രമല്ല വേണം, നമ്മൾ ഇതിലൂടെ നമ്മൾ പ്രോഗ്രസ് ആവേണ്ടതുണ്ട്. സോ അപ്പൊ നമുക്കറിയാം, നമ്മൾ ആ ബോധറിങ്, നമ്മൾ ആ അവയർനെസ് എന്തിനാണ് നമ്മൾ വെക്കുന്നത്? കാരണം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് എല്ലാവർക്കും ബാധകമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഈവൻ നമ്മുടെ വീട്ടിൽ പോലും ഇതൊക്കെ ബാധകമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന, ചില സ്ഥലങ്ങളിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യും അല്ലെ. നമ്മളിപ്പോ ഒരു ഫ്രണ്ട്സ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള 2-3 പേരിരുന്ന്, നമ്മുടെ ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലിസം ഒക്കെ കൊണ്ടുവന്ന് സംസാരിക്കുമോ? ഇല്ലല്ലോ, നമ്മൾ സംസാരിക്കില്ല. സോ നമ്മൾ അവിടെ കീപ്പ് ചെയ്യുന്നത് എന്താ, നമ്മുടെ വളരെ ഓപ്പൺ ആയിട്ടില്ലേ, നമ്മൾ എന്താണോ അതാണ് നമ്മൾ അവിടെ കൊടുക്കുക. നമുക്ക് പറയാനുള്ളതൊക്കെ പറയാം, നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യം നമുക്ക് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ പറ്റും. സോ അതായിരിക്കും നമ്മൾ അവിടെ കൊടുക്കുക. പക്ഷെ നമ്മൾ ഒരു ക്രൗഡിന് മുന്നിലേക്ക് വരുമ്പോൾ, ഈവൻ ഇത് പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോ ഇതിനെക്കുറിച്ച് തന്നെയാണ് കഴിഞ്ഞൊരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്, എങ്കിൽ പോലും ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു സെഷൻ എടുക്കുക എന്നുള്ളത് ഇന്നലെ രാത്രിയാന്ന് തോന്നുന്നു അർച്ചന മാം പറഞ്ഞത്. കാരണം എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. പക്ഷെ അതൊരു കണക്കിന് നന്നായി. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും പറയുന്നത് ശരിക്കും ഒരു എന്താ പറയാ, സ്പൂൺ ഫീഡിങ് ആയിപ്പോ അല്ലെ. സോ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്താണ്, നമുക്ക് എല്ലാവർക്കും അത് ഗ്രോത്ത്ഫുൾ ആവുക എന്നുള്ളതാണ്. സോ നമുക്കറിയാം, നമ്മൾ ഒരു ക്രൗഡിന് മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ കീപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വാക്കുകളല്ലേ, നമ്മുടെ ടോക്ക്. നമ്മൾ എന്താണ് ഇവരോട് പറയാനായിട്ട് പോകുന്നത്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. സോ നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് ഓഡിയൻസ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ എല്ലാവർക്കും നമ്മുടെ സർവീസ് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതായത് ഒരു പർട്ടിക്കുലർ ആളുകൾക്കല്ലേ, ഒരു പർട്ടിക്കുലർ കാറ്റഗറി ആളുകൾക്കല്ലേ നമ്മുടെ ഈ ഒരു സെഷൻ, അതല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്, അതല്ലെങ്കിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത്, അതായത് ട്രെയിനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സെഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ കോച്ചിങ് ആയിരിക്കാം, പലതും ആയിരിക്കാം അല്ലെ. അപ്പൊ ഇതൊക്കെ കൊടുക്കുന്നത് പർട്ടിക്കുലർ, അതായത് നിശ്ചിത ഒരു ക്രമത്തിലുള്ള ആളുകൾക്കാണ്. എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും നമ്മുടെ സർവീസ് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അതായത് സ്വയമേ ഹീലിംഗ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള എന്താ പറയാ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്കൊന്നും ഈ പറഞ്ഞ ഒരാളുടെ സപ്പോർട്ട് ആവശ്യമില്ല. ശരിയല്ലേ? അതായത് സ്വയം ഹീൽ ചെയ്യുന്ന ഒരു ആളുകൾക്ക് നമ്മുടെ സർവീസ് ആവശ്യമില്ല. പക്ഷെ അതിന് കഴിയാത്ത നിസ്സഹായരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ലോകത്തിലുണ്ട് അല്ലെ. ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊന്നും നമുക്കൊരു ഡയറക്ഷൻ ഇല്ല, ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല. ഒരു സെറ്റ് ബാക്കിൽ പെടുമ്പോൾ, ഒരു ക്രൈസിസിൽ പെടുമ്പോൾ, ഒരു ചലഞ്ചിൽ വന്ന് പെടുമ്പോൾ
ഒരു മെന്റൽ ക്രൈസിസിൽ വിടുമ്പോൾ അവർക്ക് അറിയില്ല ഹൗ ടു റിക്കവർ ഫ്രം ദിസ്, അല്ലെ, ഹൗ ടു കം ഔട്ട് ഓഫ് ദിസ്. അവർക്കത് അറിയില്ല. അത് അവരുടെ കുഴപ്പമല്ല, അവർക്ക് അതിന് വഴി പറഞ്ഞു കൊടുക്കാൻ ഒരു ആളില്ല എന്നുള്ളത് കൊണ്ടാണ്. ചില കാര്യങ്ങളൊന്നും എല്ലാവർക്കും എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യാൻ പറ്റില്ല, അല്ലെ. സോ അവർക്ക് നമ്മുടെ സർവീസ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാല് അവര് വരുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെ. ഒരു മെന്റലി ക്രൈസിസിൽ പെട്ടിട്ടുള്ള ഒരാള് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവർക്കൊരു അവസ്ഥയുണ്ട്. സോ നമ്മുടെ ഡ്യൂട്ടി എന്താ, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, അവർക്കൊരു ഹീലിംഗ് കൊടുക്കുക. ആ ഒരു ബ്ലോക്കേജിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് ജീവിതത്തിന്റെ പുതിയ ഒരു വെളിച്ചമുള്ള ഒരു പാതയിലേക്ക് അവരെ നടത്തുക എന്നുള്ളതാണ്. കറക്റ്റ് അല്ലേ? നമ്മൾ കൊടുക്കുന്നത് അതാ, അല്ലെ. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്നത് എന്താണ്? ഈ കൊടുക്കുന്നത് എന്താ? അവർക്കൊരു വെളിച്ചമാവാണ്. അവര് ജീവിതം മുഴുവൻ ഇരുട്ട് നിറഞ്ഞ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്ക് ഒരു ബ്ലെസ്സിങ് പോലെ, ഒരു ഡിവൈൻ മെസ്സേജ് പോലെ, ഒരു വെളിച്ചം പോലെയൊക്കെ ആയിട്ടാണ് മാറുക. സോ നമ്മൾ പറയുന്നത് അവരവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യും. ശരിയല്ലേ? നമ്മൾ വെറുതെ ആണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യോ, അങ്ങനെ ചെയ്യോ. അപ്പോ അവരുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് അവര് ഇപ്പോൾ എന്ത് ക്രൈസിസിലാണോ നിൽക്കുന്നത് അതിൽ നിന്നും റിക്കവർ ആയിട്ട്, റിലീഫ് ആയിട്ട് പുറത്തു പോകാൻ പറ്റുള്ളൂ. സോ അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താണ്? നമ്മൾ കൊടുക്കുന്നത് എന്താന്നുള്ളത് അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെ. ഈവൻ നമ്മൾ പറയുന്ന ഒരു വാക്ക് പോലും അവരെ വലിയ രീതിയിൽ ഡിസ്ട്രോയ് ചെയ്യാനും അപ്ലിഫ്റ്റ് ചെയ്യാനും സഹായിക്കും. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? കാരണം നിങ്ങൾക്ക് മനസ്സിലാവും, ശരിയല്ലേ? നമ്മൾ കൊടുക്കുന്ന ഒരു വാക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, അല്ലേ. അപ്പോ അവരെ അപ്ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണോ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ളതാണോ നമ്മുടെ ഡ്യൂട്ടി? അപ്ലിഫ്റ്റ് ആണ്. ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്നത് അപ്ലിഫ്റ്റിംഗ് ആണ്, അല്ലെ. ലോകത്തിന്റെ എല്ലാ പെയിൻ പോയിന്റ്സിലും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പെയിൻ പോയിന്റിൽ നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ, നമ്മൾ കൊടുക്കുന്ന എനർജി അപ്ലിഫ്റ്റിംഗ് ചെയ്യേണ്ടതാണ്. നമുക്ക് എന്താ വേണ്ടത്? സ്പീക്ക് ടു ഹീൽ. നമ്മൾ എങ്ങനെയാണ് സ്പീക്ക് ടു ഹീൽ? നമ്മൾ ഹീലിംഗ് ആണ് ചെയ്യുന്നത്. സ്പീക്ക് ടു ഇൻസ്പയർ, നമ്മൾ ഇൻസ്പയറിംഗ് ആണ്, ഇൻസ്പിറേഷൻ കൊടുക്കുകയാണ് നമ്മൾ. സ്പീക്ക് ടു മോട്ടിവേഷൻ, എന്തോ ആവട്ടെ, എന്തോ ആക്കും അതിനെ വിളിക്കുക. നമ്മൾ അത് കൊടുത്ത് അവർ ആ ഒരു ക്രൈസിസിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയാണ്, അല്ലെ. ഇപ്പോ നമ്മുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഈ രീതിയിൽ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പറയുന്നതിന് നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മളെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇതിന് രണ്ട് ആസ്പെക്ട് ഉണ്ട്. പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ട്, അല്ലെ. അതായത് പോസിറ്റീവ് എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്, അല്ലെ. പോസിറ്റീവായിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അത് ക്രിയേറ്റ് പോസിറ്റീവ് റിയാലിറ്റി, അത് നമ്മളിൽ സംഭവിപ്പിക്കും. അത് നമ്മൾ എന്താണോ പറയുന്നത് നമ്മളിൽ അത് സംഭവിപ്പിക്കും. ഈവൻ നമ്മൾ ചിലപ്പോൾ പറയുന്നത് വേറൊരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ ഒക്കെ ആകാം. നമ്മൾ സാമൂഹ്യ ജീവികളാണ്, അല്ലെ. നമുക്ക് ഒരുമിക്കാതെ അതല്ലെങ്കിൽ ഒരുമിച്ച് പരസ്പരം താങ്ങും തണലുമായിട്ടാണ് നമ്മൾ വളരുക. അങ്ങനെ നമുക്ക് വളരാൻ സാധിക്കൂ. ഒറ്റയ്ക്കുള്ള വളർച്ച വളരെ അപകടമാണ്. സാധിക്കും, ഈവൻ സാധിക്കില്ലെന്നല്ല, സാധ്യത കുറവാണ്. പക്ഷെ ഇങ്ങനെ വളരുമ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി, അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, അതല്ലെങ്കിൽ ഒരു സർക്കിൾ നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളെ ബിൽഡ് ചെയ്യുന്നത്, അല്ലെ. സോ വേർഡ്സ് എന്ന് പറയുന്നത് എനർജിയാണ്. നമ്മൾ കൊടുക്കുന്ന പോസിറ്റിവിറ്റി എന്താണോ, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ എന്താണോ, അത് അവരെ മാത്രമല്ല നമ്മളെ കൂടി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് വേർഡ്സും. സോ നമ്മൾ നെഗറ്റീവ് വേർഡ്സ് ആണ് പറയുന്നത് എങ്കിൽ എന്താ ചെയ്യാന്നറിയോ? സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡിങ് ആണ് ഈ വാക്കുകൾ നമുക്ക് തരാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡസൻ ജോക്ക് എന്നാണ്, അല്ലെ. ഇറ്റ്സ് ഡസൻ ജോക്ക്, ഇറ്റ്സ് ഒബേ ടു അവർ വേർഡ്സ്. അതായത് നമ്മൾ വാക്കുകളെ കേൾക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്,
അതിലൂടെയാണ് നമ്മളത് അതിനെ വളർത്തിയെടുക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കേൾക്കുന്നത്? ഇതാണ് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് വേർഡ്സ്, നെഗറ്റീവ് എനർജി നമ്മൾ പറയുമ്പോൾ ഈ സ്പ്രെഡ് ചെയ്യുന്നത് മുഴുവൻ എനർജിയാണ്, വൈബ്രേഷൻ ആണ്, ഇതൊക്കെ നമുക്ക് അറിയാം. സോ നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുന്നു, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോളൂ, സ്റ്റോപ്പ് ഇറ്റ്. കമാൻഡ് ചെയ്യണേ നമ്മളോട്, അല്ല കമാൻഡ് ചെയ്യും, സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളുടെ ഗ്രോത്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ, നിങ്ങളുടെ വിക്ടറി ഇവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ, നിങ്ങളുടെ സക്സസ് ജേർണി ഇവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ. കാരണം ഇതിനൊന്നും അറിയില്ല, നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് ഒന്നും അറിയില്ലല്ലോ. നമ്മളെന്താ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു തരുന്നത്. സോ നമുക്കറിയാലോ അല്ലെ, നമ്മൾ എന്ത് പറയുന്നു അതെല്ലാം നമ്മുടെ ചിന്തകളാണ് അല്ലെ. മെനി പീപ്പിൾസ് സ്പീക്ക് ബിഫോർ ദേ തിങ്ക്. മിക്ക ആളുകളും അങ്ങനെയല്ലേ, നമ്മുടെ ചുറ്റുപാട് നോക്കിയത് അറിയാം. എത്ര ആളുകൾ ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ ഒരു പരിധി വരെ അങ്ങനെയാണ്. കാരണം നമുക്കറിയാം നമ്മൾ പറയാൻ പോകുന്നത് എന്താ, അത് ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമുക്കറിയാം. സോ അതുകൊണ്ട് നമ്മൾ അതൊക്കെ ചിന്തിച്ചിട്ടാണ് ചെയ്യുകയുള്ളൂ. പക്ഷെ ഒരു പരിധി വരെ നമ്മൾക്കും അത് എപ്പോഴും പോസിബിൾ അല്ല അല്ലെ. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാം ചോദിച്ചിട്ടുള്ള ആർഗ്യൂവിനുള്ള സ്പേസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതൊരു ചോദ്യമാണ്. ആർഗ്യുമെന്റിന് നമുക്ക് അവർ അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും പോസിറ്റീവായി സംസാരിക്കാൻ സാധിക്കും? ഇല്ല, സാധിക്കില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് ടെക്നിക്കൊക്കെ അന്ന് ഒരു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈലൻസ് നമ്മൾ കീപ്പ് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. ഡെഫിനറ്റ്ലി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ നമ്മൾ കൊടുക്കുന്ന എനർജി എന്താണ്, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഗ്രോത്ത് സംഭവിക്കുന്നത്, അതായത് പോസിറ്റീവ് പറയുമ്പോൾ ഗ്രോത്ത് സംഭവിക്കുന്ന അവർക്ക് മാത്രമല്ല, നമുക്ക് കൂടിയാണ്. അതാണ് ശരിക്കും പറഞ്ഞ ഈ കോച്ച് അല്ലെങ്കിൽ ട്രെയിനർ, അതല്ലെങ്കിൽ മെന്റർ എന്നൊക്കെ പറയുമ്പോൾ, ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നമ്മളിൽ ഓൾറെഡി സംഭവിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായി അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് സംഭവിക്കുന്നത് അതാണ് അല്ലെ. ഇനി വേർഡ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നതും ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. വേർഡ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന പോസിറ്റീവ് വേർഡ്സ്, അതായത് എനിക്ക് കഴിയും, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ ഐ ക്യാൻ അച്ചീവ് എവറിഥിങ്, ഐ എം കോൺഫിഡൻറ്റ്, ഐ എം വർത്തി, ഐ എം പവർഫുൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി ആയിരിക്കും പറയുന്നത് അല്ലെ. അഫർമേഷൻസ് ഒക്കെ പറയാൻ നമുക്കറിയാം. ഇതൊക്കെ എന്താണ്, നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഫ്രീക്വൻസി ഹൈ ആവുകയാണ്. ഫ്രീക്വൻസി ഹൈ ആവുമ്പോൾ മാത്രമല്ല, പോസിറ്റീവ് വേർഡ്സ് പറയുമ്പോൾ നമ്മൾ മൈൻഡ് എപ്പോഴും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു സൊല്യൂഷൻ മോഡിലാണ്. അത് പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഫ്രീക്വൻസി അപ്ലിഫ്റ്റ് ചെയ്യുക. ഫ്രീക്വൻസി അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെന്റ് വരും. നമ്മളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങും അല്ലെ. നെഗറ്റീവ് ആണ് നമ്മൾ പറയുന്നതെങ്കിലോ അത് ലോ ഫ്രീക്വൻസി ആയിരിക്കും അല്ലെ. ആങ്കർ, ഗിൽറ്റി ഫീൽഡ്, ഫിയർ അല്ലെ, നമ്മുടെ പേടി, നമ്മുടെ ഉത്കണ്ഠ, ഈ പറഞ്ഞ പോലെ സമ്മർദ്ദം, ഇതെല്ലാം ഈ പറഞ്ഞ ലോ ഫ്രീക്വൻസിയിൽ വരുന്ന നെഗറ്റീവ് വേർഡ്സുകളാണ്. നമ്മൾ ഇതാണോ പറയുന്നത്, എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്ര ഭാഗ്യമില്ല, ഇതൊക്കെയാ പറയുന്നതെങ്കിൽ ഫ്രീക്വൻസി എന്താവും? ലോ ആയിട്ട് വരും അല്ലെ. അത് ലോ ആയിട്ട് വരും. സോ മാത്രമല്ല, അത് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള പണി നിർത്തിവെക്കും. അതാണ് സംഭവിക്കുക. സോ ഈ പറഞ്ഞ പോലെ ലവ്, ജോയ്, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഹാപ്പിനെസ്, പീസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. ഇതാണ് ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് തിയററ്റിക്കൽ ആക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വളരെ ചുരുക്കിയിട്ട് ഞാൻ ഈ പറയുന്ന വേർഡ്സ് എല്ലാം പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെ. നമ്മളിത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കുക. നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ, വളരെ ചെറിയ ക്ലാസ്സിലാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. അവിടെയുള്ള ഒരു കുഞ്ഞിനോട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയോട് നമ്മൾ ഡെയിലി പറയണം, നിനക്കിത് കഴിയില്ല കേട്ടോ, നീ ഇത് ചെയ്യണ്ട, നിനക്ക് അതിലെത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നിന്നെപ്പോലുള്ളവർക്കല്ല ഇത് പറഞ്ഞിരിക്കുന്നത്, കുറച്ചും കൂടി ഹൈ ലെവലിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഐക്യു കൂടുതലുള്ള കുട്ടികളാണ് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, നിനക്ക് അവിടെ എത്താൻ പറ്റില്ല, പിന്നെ നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ രീതിയിലൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിങ്ങനെ കണ്ടിന്യൂഷൻ പോയി അവസാനം ആ കൊച്ചിന് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല
അവനെ എത്തിക്കുന്ന ഡെസ്റ്റിനി ഉണ്ടല്ലോ, അവന്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ സോൺ ആയിരിക്കും. സോ അത് മറിച്ച് അതായത് എന്താ പറയാ, ഐക്യു കുറഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ അത്ര പഠിക്കാൻ അത്ര ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഇതൊന്നും കാര്യമാക്കണ്ട, നിനക്ക് ഈ എക്സാമിന് ഇത്രയും മാർക്കുള്ളൂ, നീ കാര്യമാക്കണ്ട. പക്ഷെ നിനക്ക് നെക്സ്റ്റ് എക്സാമിന് അത് സാധിക്കും. കാരണം എല്ലാവർക്കും ഉള്ളത് 24 hours ആണ് അല്ലെ. ഈ പറഞ്ഞ പോലെ ഐസക് ന്യൂട്ടനുള്ളത് 24 hours ആയിരുന്നു, നമുക്കുള്ളത് 24 hours ആണ്. APJ അബ്ദുൽ കലാം സാറിന് 24 hours ആയിരുന്നു, നിനക്കും 24 hours ആണ്. അവർക്കത് സാധിക്കുമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? ഈ രീതിയിൽ അപ്ലിഫ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ആവറേജ് കുട്ടിയോട് പറയുകയാണെങ്കിൽ, പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയോട് പറയുകയാണെങ്കിൽ, അവനുള്ളിൽ വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെ. ഐ ക്യാൻ ഡു, അവനുള്ളിൽ വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ നമ്മള് ആ പറയുന്നത് ഈവൻ നമ്മുടെ ഉള്ളിലും സംഭവിക്കുന്നതാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന പോസിറ്റിവിറ്റി അവനെ മാത്രമല്ല നമ്മളെ ഉയർത്തും എന്നുള്ളതാണ് അല്ലെ. അവന്റെ ഡെസ്റ്റിനി അപ്പൊ നിശ്ചയിക്കപ്പെടുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്കായിരിക്കും. ശരിയല്ലേ? ഇതൊന്നും ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞു പോകുന്നില്ല, ഇതൊക്കെ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ട്രൂത്താണ്, യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. സോ അങ്ങനെയാണ് ഓരോ മനുഷ്യനും ഈ വേൾഡിൽ യുണീക്കാണ് അല്ലെ. സോ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മളെ അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അല്ലെങ്കിൽ ജേർണലിംഗ് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെ നീ ചെയ്തു നോക്കൂ അപ്പൊ നിനക്ക് നല്ലത് സംഭവിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഈ ജേർണലിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരാൾ പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അതൊക്കെ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സിന്റെ ആ ഒരു എന്താ പറയാ പ്രോംപ്റ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അഫർമേഷൻസ് എന്നൊക്കെ പറയണത് അതിന് വേറൊരു തലമുണ്ട്. നമ്മൾ ഒരാൾ പറയുന്ന ഫോഴ്സ്ഫുള്ളി ആണ് ചെയ്യുന്നതെങ്കിലും അത് നമ്മുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നുണ്ട്, അതിന്റെ ഫ്രീക്വൻസി ഉയരുന്നുണ്ട്. സോ നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി സൊല്യൂഷൻ മോഡിലൊക്കെ വന്ന് യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെന്റിലൊക്കെ വന്ന് അത് ഓൾറെഡി സംഭവിക്കും, നമ്മൾ ആഗ്രഹിക്കാതെ പോലും സംഭവിക്കും എന്നുള്ളതാണ് അല്ലെ. കാരണം വേർഡ്സ് വരുന്നുണ്ട്, നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നായിരിക്കില്ല, പക്ഷെ വേർഡ്സ് വരുന്നുണ്ട്. വേർഡ്സിന് അതിന്റെ എനർജി പുറത്തേക്ക് കൊടുക്കാണ്ട് പറ്റില്ല, സ്പ്രെഡ് ചെയ്യാതെ പറ്റില്ല അല്ലെ. ഈ വൈബ്രേഷൻസ് പുറത്തു പോയിട്ട് റിഫ്ലക്ഷൻ ആയിട്ട് വരാതെ പറ്റില്ല. അപ്പൊ വേർഡ്സ് നമ്മൾ പറയുന്നതും ഈ പറഞ്ഞ പോലെ ജേർണലിംഗ് പോലെയുള്ള ചില എന്താ പറയാ എക്സസൈസുകൾ ചെയ്യുന്നതും ഒക്കെ നല്ല വ്യത്യാസമുണ്ട്. ഈ പറയുന്ന യൂട്യൂബേഴ്സ് പറയുന്നത് പോലെ അല്ലെങ്കിൽ വ്ളോഗേഴ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ എടുക്കുന്നതല്ല. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ നല്ലൊരു എഫക്റ്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, അതുപോലെ കൊളീഗ്സ്, അതല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ്, ഈ കാറ്റഗറീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ വേർഡ്സിന് വളരെയധികം അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. നമ്മൾ ഏത് രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ഈവൻ നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മൾ പറയുന്ന ചില വാക്കുകൾ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ അല്ലെ. ഈവൻ നമ്മളൊന്നും ഉദ്ദേശിച്ച് പറയുന്നതായിരിക്കില്ല, പക്ഷെ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പോലും അത് ക്യാരി ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മുടെ ടങ് മേ ബി ടു സ്മാർട്ട്, ബട്ട് അത് ക്യാരി ചെയ്യുന്ന എനർജി ഉണ്ട്, നമുക്കത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ കൺട്രോളിങ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്. എന്ത് പറയുമ്പോഴും, ഈവൻ ഒരു വാക്ക് പറയുമ്പോഴും ആസ്ക് യുവർസെൽഫ് ഫസ്റ്റ് അല്ലെ. നമ്മളോടൊന്നും ചോദിക്കുക, നമ്മൾ ഈ പറയാൻ പോകുന്നത് വിൽ വേർഡ് ബ്രിങ് ലൈറ്റ് ഓർ ഡാർക്ക്നെസ്, ഈ വരുന്ന വേർഡ് ഡാർക്ക്നെസ് ആണോ വെളിച്ചമാണോ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എപ്പോഴും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിലും നമുക്ക് തന്നെയും പ്രചോദനമാകുന്ന രീതിയിലുമാണ് എപ്പോഴും നമ്മൾ സംസാരിക്കേണ്ടത്. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 5 minutes എങ്കിലും നമ്മൾ തോട്ട് പ്രോസസ്സ് നടന്നാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ വിജയിച്ചു അല്ലെ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കുറേ സോറി പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഈവൻ റിലേഷൻഷിപ്സ് എടുത്തു നോക്കൂ, നമ്മൾ എന്തൊക്കെയൊക്കെ പറഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സോറി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കൂ എന്ന് തന്നെയാണ്, പക്ഷെ ഈ ക്ഷമ ഒക്കെ എവിടുന്നാ വരുന്നത്
അല്ലെ? നമ്മള് എല്ലാം ഹാപ്പൻസിന് ശേഷമാണല്ലേ സോറി ഒക്കെ വരുന്നത്. എത്ര സോറി നമുക്ക് ഒഴിവാക്കാം. പിന്നെ ആ രീതിയിൽ ടെമ്പർ ഉള്ള ആളുകളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ, ഈ പറഞ്ഞ പോലെ ആർഗ്യുവിന് സ്പേസ് തരുന്നില്ലെങ്കിൽ, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കഴിഞ്ഞ സെഷനിൽ ഒരു സാറ് പറഞ്ഞതുപോലെ എന്താ പറയുക, വെള്ളം വായിൽ ആക്കിയിട്ട് മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അയാളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക. നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഇതാണ് നടക്കുന്ന, കൺഫ്യൂഷൻ കൊടുക്കുക. അപ്പൊ അവർക്ക് ചോദിച്ചത് എന്താന്ന് പോലെ അവർ മറന്നു പോകും. ആ രീതിയിലാക്കാം. പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താ പറയുക, സൈലൻസ് ആണ്. എളുപ്പമല്ല, ഇറ്റ്സ് നോട്ട് ഈസി, ബട്ട് പ്രാക്ടീസിലൂടെ നമുക്കത് സാധിക്കും. സൈലൻസിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോ പറയാതെ എന്താ പറയാ, ചില സമയങ്ങളിലായിരിക്കും സംസാരിക്കുക, പക്ഷെ അവർ പറയുന്ന വാക്കുകൾക്ക് അത്രമേൽ ഓറയുണ്ടാവും, അല്ലെ? അത്രമേൽ പവർ ഉണ്ടാവും. കാരണം അവർ പറയുന്നത് എന്താന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധമുണ്ട്. നീ ഇന്നലെ അത് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാനത് പറഞ്ഞതാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യവും ചങ്കൂറ്റവും നമുക്ക് ഉണ്ടായാൽ മതി. കാരണം എന്താ, നമ്മൾ പറഞ്ഞത് എന്താണ് ഇനി പറയാൻ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ നല്ല ബോധേഡാണ്, അല്ലെ? അപ്പൊ ഒരു ക്രൗഡിനെ ഒക്കെ ഫേസ് ചെയ്യുമ്പോഴായാലും വളരെ ശ്രദ്ധിക്കണം നമ്മൾ എന്താണ് കൊടുക്കുന്നത് അവർക്ക്. ഈവൻ അവരുടെ ലൈഫ് ലോങ്ങിലേക്ക് അത് അവരെ എഫക്ട് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ചില വാക്കുകൾ, നമ്മൾ ഹീലിങ്ങിന് വേണ്ടിയാണ് അവരോട് സംസാരിക്കുന്നത്. സ്പീക്ക് ടു ഹീൽ, നോട്ട് ടു ഹെഡ്, അല്ലെ? അവരെ ഹെർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നും പറയാനോ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തോട്ട്സിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ വേർഡ്സ്, അല്ലെ? നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ പറയാം. സോ ഈ പറഞ്ഞ പോലെ മെനി പീപ്പിൾസ് സ്പീക്ക് ബിഫോർ ദേ തിങ്ക് എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്നതിന് മുമ്പേ സംസാരിക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഐ ബിലീവ് ഇൻ ദ പവർ ഓഫ് വേർഡ്സ് എന്നുള്ളതാണ്. ഐ നോ ദ വാല്യൂ ഓഫ് വേർഡ്സ്. എനിക്ക് ഞാൻ പറയുന്നത് എന്താന്ന് കൃത്യമായ ധാരണയുണ്ട്, അല്ലെ? കൃത്യമായ ധാരണയുണ്ട്. നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് കൃത്യമായ ധാരണ. ഞാനിപ്പോ സംസാരിക്കുന്നത് പോലും അങ്ങനെ ചിന്തിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നെഗറ്റീവായിട്ട് ഒന്നും തോന്നാൻ പാടില്ല. നിങ്ങളുടെ അപ്ലിഫ്റ്റിനെ അത് മോശമായ രീതിയിൽ ബാധിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയോടെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് സംസാരിക്കുക. ഈവൻ നിങ്ങളും അങ്ങനെയായിരിക്കും സംസാരിക്കുക. ഇനി സംസാരിക്കാത്തവർ ഈ പറഞ്ഞ പോലെ ചിന്തിച്ച് നമ്മൾ എന്താ പറയുന്നത്, ഏത് രീതിയിൽ അവരെ എഫക്ട് ചെയ്യും, എങ്ങനെ അവരെ ലൈഫിനെ എഫക്ട് ചെയ്യും, എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കാൻ കഴിവുള്ള വളരെ വലിയൊരു വെപ്പണാണ് നമ്മുടെ ടങ് എന്ന് പറയുന്നത്, അല്ലെ? ഒരു വെപ്പണാണ്. വെൻ യുവർ ഹാർട്ട് ഇസ് പീസ്ഫുൾ, നമ്മുടെ ഹൃദയം സന്തോഷത്തിലും സമാധാനത്തിലും ആണെങ്കിൽ നമ്മുടെ വേർഡ്സ് ബിക്കംസ് എ മെഡിസിൻ, അല്ലെ? തെറാപ്പി, ഒരു മരുന്നായിട്ട്, ഒരു ഔഷധമായിട്ട് നമുക്ക് നമ്മുടെ വാക്കുകളെ മാറ്റാൻ സാധിക്കും, അല്ലെ? എപ്പോഴാണ് ഇത് പ്രയർ ആയിട്ട് മാറുന്നത്? വെൻ യുവർ ഹാർട്ട് ഇസ് പീസ്ഫുൾ, അല്ലെ? ഹാർട്ട് ഇസ് പ്യുവർ. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ ശുദ്ധമാണെങ്കിൽ നമ്മുടെ വാക്കുകളെല്ലാം ഒരു ഡിവൈൻ മെസ്സേജ് പോലെ, അല്ലെ? ഒരു ഹീലിംഗ് പോലെ ഒക്കെ വരും. അതൊക്കെ മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആണ്. അവർ സന്തോഷിക്കുകയാണ് അതിൽ നമ്മൾ കൊടുക്കുന്ന എന്താന്നുള്ളത്, അല്ലെ? സോ വേർഡ്സ് ക്യാൻ മേക്ക് യു, ബ്രേക്ക് യു, ഡിഫോം യു. ദേ ക്യാൻ ചേഞ്ച് യുവർ DNA. They can change your soul. They can change you. They can damage you forever. ഇങ്ങനെ ഒരു വാക്കിന് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിപ്പിക്കാം, അല്ലെ? നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സംസാരിക്കും, പക്ഷെ ഇത്രയൊന്നും നമ്മൾ ആഴത്തിൽ അങ്ങോട്ട് ചിന്തിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, അത് നിർബന്ധമാണ്. ഈവൻ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യുന്ന നമ്മളെപ്പോലുള്ളവരെ മാത്രമല്ല, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, നമ്മൾ ഏത് രീതിയിലുള്ള നമ്മളെ റിലേഷൻഷിപ്സ് എടുത്താലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് എന്താ കൊടുക്കേണ്ടത്? ഹീലിംഗ്, സ്പീക്ക് ടു ഹീൽ, സ്പീക്ക് ടു ഇൻസ്പയർ, സ്പീക്ക് വിത്ത് ലോട്ട് ഓഫ് ലവ്, അല്ലെ? അവരുടെ ജീവിതത്തിനെ ചേഞ്ച് ചെയ്യാൻ പോരുന്ന രീതിയിൽ, അവരുടെ സങ്കടങ്ങളെ ഹീൽ ചെയ്യാൻ പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ വാക്കുകൾ എനർജിയാണ്. ഇറ്റ്സ് എ വൈബ്രേഷൻ, ഇറ്റ്സ് എൻ എനർജി. അത് സ്പ്രെഡ് ചെയ്യുന്നത് വളരെ വലിയൊരു തരംഗമാണ്, അല്ലെ? നമ്മളെ മുന്നിലിരിക്കുന്ന ആളുകളിലേക്ക്, നമ്മളെ ഫോണിലാണെങ്കിൽ കേൾക്കുന്ന ആളുകളിലേക്ക് എല്ലാം സ്പ്രെഡ് ചെയ്യുന്നത് ഒരു എനർജിയാണ്, ഒരു വൈബ്രേഷനാണ്.
അപ്പൊ അത് പോസിറ്റീവ് ആയിരുന്നാൽ ദാറ്റ് ക്രിയേറ്റ്സ് പോസിറ്റീവ് റിയാലിറ്റീസ്. അത് നെഗറ്റീവ് ആയിരുന്നാലോ എന്താണ് വരുന്നത്? ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രോത്തിനെ അത് ബ്ലോക്ക് ചെയ്യും, സ്റ്റോപ്പ് ഇറ്റ് എന്ന് കമാൻഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ മാം, നമുക്കിനി എത്ര സമയമുണ്ട് ഏകദേശം? ഹലോ മാമിന് ഏതാണ്ട് ഉം. വൈൻഡപ്പ് ചെയ്ത് വേണമെങ്കിൽ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കാം, ചർച്ച ചെയ്യാം. ആ അതെ. അല്ലേ ജാസ്മിൻ മാം? ക്ലോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. 7:44. അതല്ല സമയം നമ്മൾ കുറച്ചുകൂടി സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. 7:44 ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഞാനൊരു കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യാൻ, ഞാൻ അങ്ങനെ നോട്ടൊന്നും കൊടുക്കുന്ന ഒരു ആളും അല്ല കേട്ടോ. കാരണം നമ്മളൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് അത് അവർക്ക് സ്പ്രെഡ് ചെയ്ത് സ്പോൺ ഫീഡ് ചെയ്ത്, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഈവൻ അർച്ചന മാം പറയുന്ന പോലെ നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കൊടുക്കുന്നത്. അപ്പൊ അതിനെന്താന്ന് പറഞ്ഞാല് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മൾ എന്താണ് പറയുന്നത്. ഇപ്പൊ എങ്കിൽ പോലും ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ഒന്ന് നോട്ട് ചെയ്തിട്ട് പറയാം. നമ്മുടെ വേർഡ്സ്, നമ്മുടെ വാക്കുകൾ, നമ്മുടെ എനർജി, നമ്മുടെ വൈബ്രേഷൻ, ഇതിന് ഫ്രീക്വൻസി, ഇതിന്റെയൊക്കെ പ്രത്യേകത അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്ന് വെറുതെ ഒന്ന് നോട്ട് ചെയ്ത്, നിങ്ങൾക്ക് കഴിയുവാണെങ്കിൽ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു 10 പോയിന്റ്സ് ഒന്നുമല്ല, വേർഡ്സ് ആണ്. ഓക്കെ, ഇതിന് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക, നമ്മുടെ വാക്കിന്, നമ്മുടെ സംസാരത്തിന് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 പോയിന്റ്സ് കേട്ടോ. ക്രിയേറ്റീവ് പവർ, ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഒന്നാമത്തെ പോയിന്റ് ക്രിയേറ്റീവ് പവർ ആണ്. അതായത് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ വാക്കുകൾക്കുണ്ട്. നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ, നമ്മളെ കേൾക്കുന്നവരെ ക്രിയേറ്റ് ചെയ്യാൻ. പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ പോസിറ്റീവ് റിയാലിറ്റി അത് ക്രിയേറ്റ് ചെയ്യും. നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അത് നെഗറ്റീവ് റിയാലിറ്റിയാണ് നമുക്ക് കൊണ്ടുവന്ന് തരിക. ഓക്കെ, ക്രിയേറ്റീവ് പവർ ഉള്ളതാണ് നമ്മുടെ വേർഡ്സ് എന്ന് പറയുന്നത്. ദെൻ വൈബ്രേഷൻ, ഞാൻ പറഞ്ഞു വേർഡ്സ് എന്ന് പറയുന്നത് വൈബ്രേഷൻ ആണ്. ഇറ്റ്സ് നോട്ട് എ സൗണ്ട് അല്ലെ, ഇറ്റ്സ് എ വൈബ്രേഷൻ ആണ്. അതൊരു തരംഗമാണ്. അതിങ്ങനെ ഈ നമ്മൾ പറയുന്നത് അതിങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് ഇമോഷണൽ ഇമ്പാക്ട്. നമുക്കറിയാം നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മുടെ ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എങ്കിലും, അച്ഛൻ അമ്മയാണെങ്കിലും അല്ലെ, നമ്മുടെ പാരന്റ്സ് ആണെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിലും, പിന്നെ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ ഇമോഷണലി നമ്മുടെ വീക്കാക്കാനും അപ്ലിഫ്റ്റ് ചെയ്യാനും കഴിയുന്ന ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത് നമ്മുടെ നാവാണ്, നമ്മുടെ വേർഡ്സ് ആണ് അല്ലെ. അപ്പൊ ഇത് ഇമോഷണൽ ആയിട്ട് ഇമ്പാക്റ്റിംഗ് കൊടുക്കാൻ വളരെ വലിയ രീതിയിൽ പങ്കുവഹിക്കുന്ന ഒന്നാണ് നമ്മുടെ വേർഡ്സ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ പോയിന്റ് റിഫ്ലക്റ്റീവ് നേച്ചർ. റിഫ്ലക്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത് അതാണ് തിരിച്ചു വരിക. അതായത് ഞാൻ നിങ്ങളോട് പോസിറ്റീവായി സംസാരിക്കുന്നു, എന്നിലേക്ക് വരുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളിലേക്കും പോസിറ്റീവ് ആയത് മാത്രമേ സംഭവിക്കൂ. സോ ഈ പറഞ്ഞ പോലെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഈ പറഞ്ഞ വേർഡ്സിനുണ്ട്. ദെൻ എനർജി എക്സ്ചേഞ്ച്, അതായത് നമ്മുടെ എനർജിയിൽ നമ്മളിപ്പോ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നതെങ്കിലും ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ എനർജി സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ പറയുന്ന പോസിറ്റീവായ കാര്യങ്ങൾക്കൊന്നും ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? അപ്പൊ മനസ്സിലും ചിന്തയിലും പ്രവൃത്തിയിലും സംസാരത്തിലും ഒക്കെ ഈ വരുന്ന പോസിറ്റീവായ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കൊണ്ടുവന്നാൽ അപ്പോഴാണ് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം, ഒരു ഔട്ട്പുട്ട് നമുക്ക് അതിന്ന് കിട്ടുക. വെറുതെ നമുക്ക് എല്ലാവരും ഈ പറഞ്ഞ പോലെ ട്രെയിനേഴ്സ് ആണെങ്കിലും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കോച്ച് ആണെങ്കിലും ക്ലാസ് എടുക്കുന്നവരായാലും ടീച്ചേഴ്സ് ആയാലും ഒക്കെ പറയും നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കൂ, പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, പോസിറ്റീവായിട്ട് പറയൂ. എപ്പോഴും പോസിബിൾ അല്ല, പക്ഷെ നമ്മൾ ശ്രമിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്യാണ്. ഞാൻ പോസിറ്റീവായിട്ട് മാത്രമേ സംസാരിക്കൂ, പോസിറ്റീവായിട്ട് ഞാൻ ചിന്തിക്കൂ. അങ്ങനെ ഒരു വലിയൊരു പ്രാക്ടീസിലൂടെ നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. നമ്മളിങ്ങനെ ഏത് ചലഞ്ചിലാണെങ്കിലും, ഏത് ക്രൈസിസിലാണെങ്കിലും, ഏത് സെറ്റ് ബാക്സിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഇരിക്കും കാമായിട്ട് അല്ലെ. അങ്ങനെ ഇരിക്കാൻ നമുക്ക് കഴിയും. ഈവൻ നമ്മൾ ഓരോരുത്തരും അതിനൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആളുകളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ട്രാൻസ്ഫോർമേഷണൽ പവർ. ട്രാൻസ്ഫോം ചെയ്യും അല്ലെ. ഇപ്പോ ഒരു ട്രെയിനർ, ഇത് ഞാനല്ല, ഇപ്പൊ അർച്ചന മാം ഒരു ക്ലാസ് എടുക്കുകയാണ്. സോ ക്ലാസ്സിൽ വളരെ വീക്ക്, മെന്റലി വളരെ വീക്കായ ഒരാൾ ഇരിക്കുന്നുണ്ട്. സോ മാം ഇങ്ങനെ പോസിറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നു, ആളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, മെന്റലി ചേഞ്ച് ആക്കാൻ വേണ്ടി, ആ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആളെടുത്ത് സംസാരിക്കുമ്പോൾ ഉള്ള ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു, ഈവൻ അത് പറയുമ്പോൾ മാത്രമല്ല, അത് അയാളുടെ ജീവിതത്തിൽ മാം പറയുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്.
അല്ലെ? നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ട് അല്ലെ? മെന്റലി വീക്ക് ആവുന്നയാള് മെന്റലി സ്ട്രെങ്ത് നേടും അല്ലെ? ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരാൾ ഇമോഷണലി സ്ട്രെങ്ത് നേടും അല്ലെ? നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കും. ഇങ്ങനെ കുറെ വലിയ രീതിയിൽ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും എന്നുള്ളതാണ് അല്ലെ? ഇത് ട്രാൻസ്ഫർമേഷണൽ ചേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യമാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് പോയിന്റ് മെമ്മറി ഇംപ്രിന്റ്. നമ്മൾ കേട്ടിട്ടില്ലേ, നീ പറഞ്ഞ വാക്ക് ഞാൻ മറന്നിട്ടില്ല അല്ലെ? നമ്മൾ തമാശക്കൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അല്ലെ, ജോക്കിലൊക്കെ നമ്മൾ പറയും എന്താണ്, അന്ന് നിങ്ങൾ എന്നോടത് പറഞ്ഞിട്ടുണ്ട്, അന്ന് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അത് വാങ്ങിച്ചു തരാം, അതല്ലെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുപോവാം അല്ലെ, എന്നെ അവിടെ കൊണ്ടുപോവാം, നിങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് മറന്നു, പക്ഷെ ആ വാക്ക് ഞാൻ മറന്നിട്ടില്ല അല്ലെ? നമ്മൾ പറയാറുണ്ട്. ഇത് ആ കേസിൽ മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സോ അങ്ങനെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ ചില വാക്കുകൾ നമുക്ക് ചില കാര്യങ്ങൾ ഭയങ്കര മെമ്മറി പവറാണ് അല്ലെ? അതായത് മെമ്മറി ഇംപ്രിന്റ് എന്ന് പറയുമ്പോൾ പ്രിന്റ് പോലെ അവിടെ അങ്ങോട്ട് കിടക്കും, പ്രിന്റ് എടുത്ത പോലെ അവിടെ അങ്ങോട്ട് ഒട്ടിക്കിടക്കും. കാരണം നമുക്കറിയാം, എന്നോ പറഞ്ഞൊരു വേർഡ് നമുക്ക് വളരെ കാലം കഴിഞ്ഞു പോയാലും നമുക്കത് ഇവിടെ ഇങ്ങനെ പ്രിന്റ് പോലെ അങ്ങനെ കിടക്കും. സോ നമുക്കറിയാം, നമ്മൾ ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. വാക്കിന്റെ ഒരു പവറാണ്. ഒരു വാക്ക് കൊടുക്കുന്ന സമയത്ത്, ഒരു വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു എനർജി ഉണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയുടെ പവറാണ് ഈ മെമ്മറി ഇംപ്രിന്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഫെയ്ത്ത് ബിൽഡർ. നമുക്കറിയാം, വിശ്വാസം ബിൽഡ് ചെയ്യുന്നു അല്ലെ? വിശ്വാസത്തെ ബിൽഡ് ചെയ്യുന്നു, ട്രസ്റ്റ് ബിൽഡിങ്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതിനനുസരിച്ചാണ് അല്ലെ നമ്മളോടുള്ള ഒരാളുടെ വിശ്വാസം രൂപപ്പെടുന്നത് അല്ലെ? നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനനുസരിച്ചല്ലേ. നമ്മൾ വളരെ ആംഗ്രി ആയിട്ട് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നും, അതല്ലെങ്കിൽ എന്തെങ്കിലും വിശ്വാസം തോന്നും, അതല്ലെങ്കിൽ നമ്മൾ ഒരു വാക്ക് കൊടുത്തിട്ട് അത് പാലിക്കാതെ വരുന്നു, ആ വിശ്വാസം അവിടെ നിന്ന് പോയില്ലേ? സോ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്ന നമ്മൾ കൊടുക്കുന്ന വാക്കുകളിലാണ്, നമ്മൾ കൊടുക്കുന്ന എനർജിയിലാണ് വിശ്വാസമൊക്കെ രൂപപ്പെട്ടു വരുന്നത്. ബന്ധങ്ങളിലാവട്ടെ, നമ്മുടെ ജോലിയിലാവട്ടെ, നമ്മൾ ഈ പറഞ്ഞ പോലെ സെഷൻസിലാവട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ കൊടുക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിലാണ് ഈ പറഞ്ഞ വിശ്വാസമൊക്കെ രൂപപ്പെടുന്നത്. ഈവൻ പിന്നീട് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതും തിരിച്ച് നമ്മളെ കോൾ ചെയ്യുന്നതും നമ്മളെ വിളിച്ച് ഫീഡ്ബാക്ക് പറയുന്നതും ഒക്കെ നമ്മൾ കൊടുക്കുന്ന വാക്കിന്റെ അടിസ്ഥാനത്തിലാണ്. സോ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫെയ്ത്ത് ബിൽഡ് ചെയ്യുക, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വാക്ക് സോറി, ഒരു കോൾ വന്നാണ്, ക്ഷമിക്കണേ, സോറി. സോ എന്താണ് നമ്മൾ കൊടുക്കുന്ന ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ ഫ്രീക്വൻസിയുടെ പുറത്താണ്. അത് കൾച്ചറൽ ആൻഡ് ഇമോഷണൽ ബ്രിഡ്ജ്. നമ്മുടെ ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിറ്റി, ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, ഒരു സൊസൈറ്റി അല്ലെ, മനുഷ്യർ തമ്മിൽ ഒരുമിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ സംസാരമല്ലേ അല്ലെ? നമ്മൾ തമ്മിലുള്ള നമ്മുടെ സംസാരമാണ്, നമ്മുടെ ടോക്കുകളാണ്, നമ്മുടെ വാക്കുകളാണ്, സ്നേഹഭാഷണങ്ങളാണ് ഒരു സമൂഹത്തെ, ഒരു സൊസൈറ്റിയെ, ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു കൂട്ടായ്മയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത് കൾച്ചറൽ ആവട്ടെ, ഇമോഷണൽ ആവട്ടെ. ഇമോഷണലി വരുമ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ റിലേഷൻഷിപ്സ്, ഫ്രണ്ട് സർക്കിൾ ഒക്കെയാണ് വരിക. കൾച്ചറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സാംസ്കാരികമായ ഒരു കൂട്ടായ്മ നമുക്കുണ്ട് അല്ലെ? നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം അല്ലെ, എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നത്, ഇത്രയും പവർഫുൾ ആയിട്ട് നിൽക്കുന്നത്? നമ്മുടെ മനുഷ്യർ തമ്മിലുള്ള ഒരുമ കൊണ്ടാണ് അല്ലെ? ഒരു രാജ്യത്തെ വരെ ഏകീകരിക്കാൻ നമ്മുടെ വാക്കുകൾ, നമ്മുടെ എനർജി, നമ്മുടെ ഈ പറഞ്ഞ ഫ്രീക്വൻസി നമ്മൾ യൂസ് ചെയ്യാണ് അല്ലെ? നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന ഒരാളുണ്ട്, ഒരു ലീഡർ അല്ലെ? ആ ലീഡറിന്റെ വാക്കുകളല്ലേ നമ്മളെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത്. ആള് തരുന്ന ഒരു കോൺഫിഡൻസിന്റെ പുറത്തല്ലേ നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കുന്നത് അല്ലെ? ആള് പറയും മുഴുവൻ നെഗറ്റീവാണ് പറയുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ചേർന്ന് നിൽക്കുക? നമ്മൾ സ്പ്ലിറ്റ് ആയി പോവില്ലേ? പരസ്പരം വൈരാഗ്യവും വിദ്വേഷവും ദേഷ്യവും ഒക്കെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ആയി പോവില്ലേ? പക്ഷെ നമ്മളിങ്ങനെ ഒരു ഏകീകരിച്ച് നിർത്തുന്നത് എന്താണ്? നമ്മളെ നയിക്കുന്ന ലീഡറിന്റെ, ആ ലീഡർഷിപ്പിന്റെ ഒരു ബെനിഫിറ്റ് ആണ്, പവറാണ്, സ്ട്രെങ്ത് ആണ്. സോ നമ്മളെ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ആളുടെ കോൺഫിഡൻസോടെയുള്ള ഭാഷണങ്ങളാണ് അല്ലെ, ടോക്കുകളാണ്, സ്പീച്ചാണ് അല്ലെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തുന്നത്.
സോ കൾച്ചറലായിട്ട് ഇമോഷണലായിട്ട് നമ്മുടെ ബന്ധങ്ങൾ ചേർന്ന് നിന്ന് പോകുന്നത് എന്താ, നമ്മുടെ വീട്ടിലെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാ, നമ്മളെല്ലാവരും ഒരുമിച്ച് സംസാരിച്ച് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അല്ലെ. സോ ഇമോഷണലി കൾച്ചറലി ഈ പറഞ്ഞ പോലെ നമ്മളൊരു ബ്രിഡ്ജ്, ഒരു പാലം പോലെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ കൊടുക്കുന്ന വേർഡ്സ് ആൻഡ് ഫ്രീക്വൻസി വൈബ്രേഷൻ കൊണ്ടാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഡിവൈൻ റെസൊണൻസ്. അത് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഉയർന്നിട്ടുള്ള ഒരു തലാണ് അല്ലെ. അതായത് ഡിവൈൻ മെസ്സേജ് പോലെയൊക്കെ നമ്മളെ വാക്ക് മാറാൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുള്ളവരാവണം അല്ലെ. നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ആളുകളാണ് അല്ലെ. ഒരു ക്രൗഡിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീപ്പിൾസിനെ നമ്മൾ ഒരു നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നു, അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു, മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നു അല്ലെ. നമ്മൾ സ്പീക്ക് ടു ഹീലിംഗിലൂടെ നമ്മൾ അവർക്കത് കൊടുക്കുന്നു. ഇങ്ങനെ ഡിവൈൻ ദൈവത്തിന്റെ തന്നെ ഒരു എന്താ പറയാ, ഒരു വഴിയായിട്ട്, ഒരു വെളിച്ചമായിട്ട്, ഒരു ലൈറ്റായിട്ട് നമ്മൾ അവരുടെ മനസ്സിൽ ഒരു വെളിച്ചം കൊടുക്കുന്നു അല്ലെ. വെളിച്ചം നമ്മൾ കൊടുക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മുടെ വേർഡ്സ് എന്ന് പറയുന്നത്. ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മുടെ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്, അതൊരു ഫ്രീക്വൻസിയാണ്, വൈബ്രേഷൻ ആണ്. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത്, ഗ്രോത്തിലേക്ക് കൊണ്ടുപോകുന്നത്, വിക്ടറി തരുന്നത്, സക്സസ് തരുന്നത്. സോ നെഗറ്റീവ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ ജേർണി, നമ്മുടെ ഒരു സക്സസ് ജേർണി അല്ലെങ്കിൽ ഗ്രോത്ത് ജേർണി സ്റ്റോപ്പ് എന്നുള്ള ഒരു കമാൻഡ് കൊണ്ട് നിർത്തുകയാണ്. സോ നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത് വളരെ ചിന്തിച്ച് പറയാൻ ശ്രമിക്കുക. നമ്മൾ വേർഡിന്റെ വാല്യൂ എപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ ഒരു വാക്കിന് എന്തൊക്കെ സംഭവിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു വലിയ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കുക. സോ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും, നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴോ പബ്ലിക് സ്പീക്കിംഗ് നടത്തുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ് ഞാൻ പറയുന്നത് അല്ലെ. ദിസ് വേർഡ് ബ്രിങ് ലൈറ്റ് ഓർ ഡാർക്ക്നെസ്. നമ്മൾ വെളിച്ചമാണോ ഇരുട്ടാണോ കൊടുക്കുന്നത്, ഒരാളുടെ ജീവിതം ഡിസ്ട്രോയ് ചെയ്യുകയാണോ അത് അപ്ലിഫ്റ്റ് ചെയ്യുകയാണോ, ഇത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം തന്നെ ഒരു നല്ല രീതിയിലേക്ക്, നല്ല വശത്തിലേക്ക്, ഡയറക്ഷനിലേക്ക് പോകും, നല്ല ഡെസ്റ്റിനിയിലേക്ക് പോകും. ആ ഒരു ഡെസ്റ്റിനി നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാനും നമുക്ക് കഴിയും. ഓക്കെ, ഏകദേശം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്താൻ കേട്ടോ. വളരെ സമയം ഇച്ചിരി അധികമായെന്ന് തോന്നുന്നു. ഈവൻ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ജാസ്മിൻ മാം ഒക്കെ വന്നു, എന്നെ എന്താ പറയാ മതി ഇനി നിർത്തിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. സോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഇത്രയും നേരം കേട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ഇൻവൈറ്റ് ചെയ്ത ജാസ്മിൻ മാമിനെ, അതുപോലെ സജന മാമിനെ. കാരണം എൻ്റെ ഒരു റീജോയിനിങ് ആണിത്. ഒരു വലിയ കാലയളവിന് ശേഷമാണ് ഞാൻ വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, നമ്മൾ പറഞ്ഞില്ലേ എവിടെ പോയാലും നമ്മൾ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് എന്ന് പറയുന്ന പോലെ കുറെയൊക്കെ ജോലി ചെയ്ത് അങ്ങനെയാണ് ഇപ്പൊ ഞാൻ റീജോയിൻ ചെയ്തത് വിൻബിളിൽ. ഫൈസൽ സാറിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇവിടെ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം മാം. താങ്ക് യു സോ മച്ച്. യെസ് മാം, നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നല്ല ഹൃദയത്തിൽ തട്ടുന്ന വാക്കുകൾ. ഈ പറഞ്ഞ പോലെ ഒരു ട്രെയിനർക്ക് അല്ലേ, നിരന്തരം ക്ലാസ്സുകൾ കൊടുക്കുന്ന, ഇപ്പൊ ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ ഒരു കുട്ടിയെ ചിലപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ആ ഭാഗത്തേക്ക് ഈ ട്രെയിനർ പോയിട്ട് നിമിഷ നേരം കൊണ്ട് അവരുടെ കണ്ണ് തുറപ്പിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ട്രെയിനിങ് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. എനിവേ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഏതെങ്കിലും പോയിന്റ് ഒക്കെ മിസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഞാനിപ്പം ജോയിൻ ചെയ്തേ ഉള്ളൂ മാം. ഞാൻ ക്ലാസ് കേട്ടിട്ട് ഫീഡ്ബാക്ക് പറയാം. കേട്ടെടുത്തോളം സൂപ്പറാണ്. അപ്പൊ കേട്ടോ? അല്ല, ഇപ്പൊ കുറച്ച് ഒരു 5-8 മിനിറ്റ് എങ്ങാണ്ട് കേട്ടോളൂ. അപ്പൊ ഞാൻ ഇതുപോലെ കേൾക്കാട്ടോ. താങ്ക് യു സോ മച്ച്. അത് കേട്ടപ്പോ റെക്കോർഡ്സ് കേൾക്കാനുള്ള ഒരു താല്പര്യം വന്നു. അപ്പൊ കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഗുഡ് ഈവനിങ് ശാലിനി മാം. ഗുഡ് ഈവനിങ് മാം. ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക് യു തന്നെ പറയട്ടെ. ഭയങ്കര ഒരു ഷോർട്ട് നോട്ടീസിലാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ സെഷൻ ഒന്ന് എടുക്കാമോ എന്നുള്ളത്. ഒരു മടിയും കൂടാതെ എന്നോട് ഷുവർ അതിനെന്താ സന്തോഷമുള്ളൂ,
എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അതെനിക്ക് ഭയങ്കര, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സേവർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു രീതിയിലാണ് വന്നത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക് യു. പിന്നെ രണ്ടാമത് ഈ ഒരു ടോപ്പിക്ക് അതും മാം പറഞ്ഞിരുന്നു, എന്ത് ടോപ്പിക് എടുക്കുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാം ആ എടുത്ത ടോപ്പിക്ക് തന്നെ എലോബറേറ്റ് ആയിട്ട് എടുക്കൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് എത്തും. മോർണിംഗ് സർക്കിൾ എത്തുന്ന പോലെ തന്നെ വെബിനാർ ആവുമ്പോഴും ഒരുപാട് ആളുകൾ ഈ ഒരു ടോപ്പിക്ക് കേൾക്കും. അപ്പം നമ്മൾ പറയുന്നത് വളരെ എന്താ പറയുക, അറിയുന്ന കാര്യമാണെങ്കിൽ പോലും മറ്റൊരാളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കും എന്നുള്ളതാണ്. യുവർ വേർഡ്സ് ഡിഫൈൻ യു എന്നുള്ളത് തന്നെ അല്ലേ. നമ്മൾ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നുള്ളത് നമ്മളെ ഡിഫൈൻ ചെയ്യും. നമുക്ക് പലപ്പോഴും അറിയില്ല, പക്ഷെ കേൾക്കുന്നവര്, ഞാൻ അന്ന് പറഞ്ഞതുപോലെ കേൾക്കുന്നവര് പ്രതികരിച്ചില്ലെന്ന് വരും, പക്ഷെ അവർ നമ്മളെ കറക്റ്റായിട്ട് മനസ്സിലാക്കും നമ്മൾ എന്താണ് എന്നുള്ളത്. അത് നമ്മുടെ വാക്കുകളാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ വളരെ നന്നായി തന്നെ, വളരെ നമുക്ക് എല്ലാവർക്കും എന്താ പറയുന്നത്, ഗ്രാസ്പ് ചെയ്യുന്ന, അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത് പറഞ്ഞു ക്ലാസ് എടുത്തു എന്നുള്ളതാണ്. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. അർച്ചന മാം Thank you. മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്യൂ. ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ബാബ സാറിനെ കാണുന്നുണ്ട്, കുറച്ചു കാലമായി കണ്ടിട്ട്. ഓക്കെ. ജാസ്മിൻ സന്തോഷം. അർച്ചന മിസ്സേ, കിടിലൻ, അടിപൊളിയായിരുന്നു. നല്ല പ്രസന്റേഷൻ. ടീച്ചർ സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര പതിഞ്ഞ ശബ്ദത്തിൽ വളരെ എന്താ പറയാ, വളരെ സിമ്പിളായി തുടങ്ങിയിട്ട് പിന്നെ നല്ല എന്താ പറയാ മേളപ്പെരുക്കത്തോടെ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന രീതിയിൽ ടീച്ചർ നന്നായിട്ട് പിന്നെ നല്ല മോഡുലേഷൻ ഉണ്ടായിരുന്നു. നല്ലൊരു ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ നല്ല പഞ്ചിങ് ആയി. പിന്നെ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന വാക്കുകൾ, അതിന്റെ വെയിറ്റ്, അത് എത്രത്തോളം നമ്മൾ ആലോചിച്ച് ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ആവശ്യകതയെ കുറിച്ച് ടീച്ചർ പറഞ്ഞു. പിന്നെ വേർഡ്സ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു. പിന്നെ അപ്പോൾ ആസ് എ ടീച്ചർ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ വന്നു. നമുക്കത് എങ്ങനെ കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ഈവൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ടോപ്പിക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ബാക്ക് ബെഞ്ചറിനെ എങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഒരു സ്ലോ ലേണറിനെ ഒരു മിടുക്കനായി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ Yes, നമ്മുടെ yes. ഫാമിലി ലൈഫ് എല്ലായിടത്തും, ഫാമിലി ലൈഫ് ആണെങ്കിലും എവിടെയാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഒരു ഇപ്പൊ ഒരു ട്രെയിനർ ആണെങ്കിൽ തന്നെ നമ്മൾ വിൽക്കുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു കോഴ്സ് അതെങ്ങനെ ഒരാളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ്, അത് നമ്മുടെ ഇറസിസ്റ്റിബിൾ ഓഫർ ആവട്ടെ, എന്തോ ആവട്ടെ, അപ്പൊ ആ രീതിയിൽ ടീച്ചറിന്റെ അടുത്ത് ഒരുപാട് ടിപ്സുകൾ കിട്ടി. ഓക്കെ, കൺഗ്രാജുലേഷൻ മാം, തകർത്തിട്ടുണ്ട്. ടീച്ചർക്ക് ഒരുപാട് ഗ്യാപ്പ് എടുത്തു എന്ന് പറഞ്ഞു, അതൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. സൂപ്പർ സൂപ്പർ. Thank you so much. Thank you. താങ്ക് യു ബാബ സാറ്, ബാവ താങ്ക് യു. സാറ് ബാവ സാർ എനിക്ക് തോന്നുന്നു ആദ്യം അഡ്രസ് ചെയ്തത് അർച്ചന മിസ് എന്നാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് Yes. കേട്ടത്. ക്ലാസ് സോറി, എടുത്തത് ശാലിനി മാം, ശാലിനി സോറി. മാം ആണ് കേട്ടോ. ശാലിനി മാം ഇടയ്ക്കിടയ്ക്ക് അർച്ചന മാം എന്ന് പറഞ്ഞിട്ടേ അത് മൈൻഡിൽ കയറി. സോറി, തിരിച്ചെടുത്തു. അർച്ചന മാം ഞാൻ ഏകദേശം ഒക്കെ ഒരു തൂവൽ പക്ഷികളാണ്. കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ. എന്തായാലും ഞാനും ഫസ്റ്റ് ടൈമാണ് മാമിന്റെ ക്ലാസ് കാണുന്നത്. അതായത് നമുക്ക് കുറേ അധികം സംഭവങ്ങൾ അതിനകത്ത് കിട്ടി, നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ജസ്റ്റ് വേറൊരു ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു. പക്ഷെ ഞാനത് മാറ്റി വെച്ചിട്ട് മാമിന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു. അതിലേക്ക് എനിക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റിയില്ല. നന്നായിട്ട് ഞാനത് Thank you. കേട്ടിരുന്നു. എന്തായാലും താങ്ക് യു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഫീഡ്ബാക്ക് പറഞ്ഞവർക്കും അതുപോലെ ഇതുവരെ ജോയിൻ ചെയ്തവർക്കും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇൻട്രോ പറഞ്ഞ മാമും അതുപോലെ നമ്മുടെ ക്ലാസ് ഒക്കെ വന്ന നമ്മുടെ ശാലിനി മാം, എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത ഒരു ദിവസം ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ട്രെയിനർ വരും. അപ്പോഴത്തേക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. Good night. Good night.